കാരണം അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെയാണ് ഇങ്ങനെ കൂർപ്പിച്ചത്. അയാളുടെ തൊലിയാണ് ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞ് താഴേക്ക് വീണത്. അയാളെയാണ് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് താഴേക്ക് വീഴ്ത്തിയത്. അത് കാണുമ്പോൾ ഇവർക്ക് സങ്കടം വരില്ലേ? ഒരു പെൻസിലിൻ്റെ മനസ്സുകൊണ്ട് അത് കണ്ടാൽ സങ്കടം വരും. ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന പാട്ട് കേട്ടിട്ടില്ലേ? ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഒരു പുല്ലാങ്കുഴൽ, ആ പുല്ലാങ്കുഴലിൻ്റെ ജീവിത കഥ പറയുന്നത് പോലെയാണ് ആ പാട്ട്. ആ പാട്ടിലൊരു വരി ഇങ്ങനെയാണ്: ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമായി, പുല്ലാങ്കുഴൽ നാദമായി. ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരാണ് നിങ്ങൾ സംഗീതം എന്നൊക്കെ പറയുന്നത് എന്ന് നമ്മളോട് പറയാം. കാരണം ആ പുല്ലാങ്കുഴൽ എന്ന് പറയുന്നത് ഒരു മുളയ്ക്ക് പുല്ലാങ്കുഴലല്ല, തൻ്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ നമ്മൾ മുറിപ്പെടുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലെ നൊമ്പരത്തെ നമ്മൾ സംഗീതം എന്ന് വിളിച്ചു. അതാണ് ആ പാട്ടിൽ പറയുന്നത്. പുല്ലാങ്കുഴലും പെൻസിലും ഒക്കെ അചേതന വസ്തുക്കളാണ്, ജീവനില്ലാത്ത വസ്തുക്കളാണ്. അത് പോട്ടെ. പക്ഷെ നമ്മളത് പറഞ്ഞത് എന്തിനാണ് എന്നറിയാം? പുല്ലാങ്കുഴലിൻ്റെ കണ്ണുകൊണ്ട് ഒരു സംഗീതത്തെ, ഓടക്കുഴൽ നാദത്തെ മനസ്സിലാക്കുമ്പോൾ അതിന് വേറെ ഒരു കാഴ്ചയാണ് ഉണ്ടാവുക. ഒരു പെൻസിലിൻ്റെ മനസ്സുകൊണ്ട് ആ സിനിമ കണ്ടാൽ വേറെ ഒരു കാഴ്ചയാണ് കിട്ടുക. ഇതേപോലെയാണ് മനുഷ്യന്മാരും. നമ്മുടെ മുന്നിലുള്ള മനുഷ്യരെ അവരുടെ ഒരു ജീവിതത്തിലൂടെയാണ് അവർ ഈ ലോകത്തെ കാണുന്നത്. അപ്പോൾ എന്താണെന്നറിയോ നിങ്ങൾ? അപ്പോൾ നമുക്ക് ഒന്നുകൂടെ മനുഷ്യനെ മനസ്സിലാകും, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് മനുഷ്യനോട് ഒരു കരുണ ഉണ്ടാവില്ല. കരുണയാണല്ലോ ഈ ലോകത്തെ നിലനിർത്തുന്നത്. നമ്മുടെ മനസ്സിൽ മനുഷ്യർ ബാക്കിയാകുന്നത് എങ്ങനെയാണ്? കരുണയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അത്? നൂറുകണക്കിന് മാഷന്മാരെയും ടീച്ചർമാരെയും നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ ജീവിതത്തിൽ? പക്ഷെ നമ്മുടെ മനസ്സിൽ ബാക്കിയാകുന്നത് ആരാണ്? നല്ലോണം പഠിപ്പിച്ച ടീച്ചറോ മാഷോ ഒക്കെയാണോ? അല്ല, കാരുണ്യമുള്ള ആളുകളാണ്, കണ്ണിൽ സ്നേഹമുള്ള ആളുകളാണ്. നമ്മളിങ്ങനെ കാരുണ്യത്തോടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും പുഞ്ചിരിക്കുകയും ഒക്കെ ചെയ്ത ചില മാഷന്മാരും ടീച്ചർമാരുണ്ട്. അവർ ചിലപ്പോൾ നന്നായി പഠിപ്പിക്കാനൊന്നും കഴിയണ ആളുകളാവണമെന്നില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ബാക്കിയാകുന്നത് അവരായിരിക്കും. അത് സുഹൃത്തുക്കളാണെങ്കിലും സഹപാഠികളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ? ഒരു ക്ലാസ്സിൽ എത്ര ആളുകളുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ മനസ്സിൽ ബാക്കിയാകുന്നത് ആരാണ്? ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തിരുന്ന ആൾ പോലും ആവില്ല, നമ്മുടെ ക്ലാസ്സിലുള്ള ഒരാൾ പോലും ആവില്ല. കരുണയോടെ നമ്മളോടൊന്ന് സംസാരിച്ച ആളുകളോ, ഒരു നിമിഷം കാരുണ്യത്തിൻ്റെ ഒരിക്കലും മറക്കാത്തൊരു നിമിഷം സമ്മാനിച്ച ആളുകളൊക്കെയാണ് ബാക്കിയാവുക. കരുണയാണ് ഈ ലോകത്തെ ഇങ്ങനെ ഭംഗിയായിട്ട് നിലനിർത്തുന്നത്. ഒരാളെ ഇങ്ങനെ അയാളുടെ കണ്ണുകൊണ്ട് കാണാനുള്ളൊരു ശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? കരുണയാണത്, കാരുണ്യമാണ്. ഈ അടുത്തൊരു പെൺകുട്ടി വിളിച്ചിരുന്നു. അവളുടെ കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ പറയാം, ഞാനൊരു ഭാര്യയാണ്. ഒരു ഭാര്യ എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെയൊക്കെ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ കഴിയും അങ്ങനെയൊക്കെ ഞാൻ സന്തോഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപ്പയെ, അദ്ദേഹത്തിൻ്റെ ഉമ്മയെ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുറേ ആളുകളെ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ മക്കൾ, ഇതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചില സമയത്ത് പറയുന്ന ചില വാക്കുകളുണ്ട്, ആ വാക്കുകളിൽ ആകെ തകർന്നു പോകും. അതിന് മറുപടി പറയാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. കാരണം എനിക്ക് മറുപടി പറയാനൊന്നും അറിയില്ല. എൻ്റെ ജീവിതമാണ് എൻ്റെ മുന്നിലുള്ളത്, ഞാൻ ജീവിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അത്രയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിച്ചിട്ടുണ്ട്. എന്നിട്ടും പറയുന്ന ചില വാക്കുകൾ വല്ലാതെ മുറിപ്പെടുത്തുന്നു. എമ്പതി ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ല. എമ്പതി ഇല്ലെങ്കിൽ പിന്നെ ബന്ധങ്ങൾക്കൊന്നും ഒരു രസം ഉണ്ടാവില്ല. വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത് രക്തബന്ധമൊന്നുമല്ല. രണ്ട് തരം മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുകയാണ്. രണ്ട് മനുഷ്യർ മാത്രമല്ല, രണ്ട് തരം മനുഷ്യർ, രണ്ട് ടൈപ്പ് മനുഷ്യരാണ്. അതുകൊണ്ട് നല്ല കാരുണ്യവും നല്ല സ്നേഹവും നന്നായി പൊറുക്കുകയും മറക്കുകയും ഒക്കെ ചെയ്താൽ മാത്രം വിജയിക്കുന്ന ബന്ധമാണത്. കാരുണ്യം ചെറിയ കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ചില മനുഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്ര കരുണയില്ലാത്ത ചോദ്യങ്ങളാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നല്ല തടിയുള്ള ഒരാൾ, അയാൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരിക്കും പൊതുവിൽ അയാളുടെ തടിയെക്കുറിച്ച് സംസാരിക്കുന്നത്. കാരണം അയാൾ അത് എങ്ങനെയൊക്കെ കുറക്കാൻ ശ്രമിക്കാൻ എങ്ങനെയുള്ള വഴികളൊക്കെ തേടാൻ കഴിയും അതൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും ആ പാവം മനുഷ്യൻ.
പക്ഷെ നമ്മൾ കണ്ട ഉടനെ അയാളുടെ അപ്പിയറൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുക, ആ തടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുക. ഒരാളെ നമ്മൾ കാണുമ്പോൾ എന്തേ ക്ഷീണിച്ചു എന്ന് ചോദിക്കും. ആ ചോദ്യം അയാളെ വല്ലാതെ വേദനിപ്പിക്കും. കാരണം അയാൾ ക്ഷീണിച്ചു പോയിട്ടുണ്ടാവാം, അതിന് അയാളുടേതായ കാരണങ്ങളുണ്ടാവാം. നമ്മൾക്കറിയാത്ത ഒരുപാട് സങ്കടങ്ങൾ അയാൾക്കുണ്ടാവും. നമ്മൾക്കറിയാത്ത യുദ്ധങ്ങളാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ നടക്കുന്നത് എന്ന് പറയാറില്ലേ. നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്നൊരു മനുഷ്യനാണ്, പക്ഷെ അയാൾക്ക് അയാളുടേതായ കഥകളുണ്ട്. അയാൾ പോരാടിക്കൊണ്ടിരിക്കുന്ന വലിയ യുദ്ധങ്ങളുണ്ട്, അയാൾ നയിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ജീവിത സമരങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ ക്ഷീണിച്ചത് എന്ന് ചോദിക്കും. എന്നിട്ട് നമ്മൾ തന്നെ പറയും, കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഇങ്ങനെയല്ലല്ലോ, നല്ല ഉഷാറായിരുന്നല്ലോ. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നോ? ഇപ്പം നല്ല ഉഷാറാണെന്ന് പറഞ്ഞിരുന്നോ? അത് പറഞ്ഞിട്ടുണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പം നല്ല ഉഷാറുണ്ടല്ലോ. ഉഷാറുണ്ടായപ്പോഴല്ല പറഞ്ഞത്, ഉഷാറില്ലാതായപ്പോഴാണ് പറഞ്ഞത്, ക്ഷീണിച്ചപ്പോഴാണ് പറഞ്ഞത്. അത് അയാളെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്യും. മക്കളില്ലാത്ത ഒരു ആളെ കണ്ടാൽ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? അയാൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ചോദ്യമായിരിക്കും. മക്കളില്ല എന്നുള്ള ആ സങ്കടം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ് ആ മനുഷ്യന്. അതിനെ ഉണർത്തുന്ന ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവർക്ക് മക്കളില്ല. അദ്ദേഹം പറയാറുണ്ട്, അവൾ എവിടെയും പോകില്ല, ഒരു കല്യാണത്തിന് പോകില്ല, സൽക്കാരത്തിന് പോകില്ല, എവിടെയും പോകില്ല, ആളുകൾ കൂടുന്നിടത്തേക്കൊന്നും അവൾ പോകില്ല. കാരണം ആളുകൾ കൂടുന്നിടത്ത് ആളുകളെ കണ്ടാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും. അതവളെ വല്ലാതെ വേദനിപ്പിക്കും. കാരുണ്യം ഇല്ലാതാകുമ്പോഴാണ് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. ഈ അടുത്ത് വായിച്ചിരുന്നു, നമ്മളിങ്ങനെ കാരുണ്യത്തോടെ ഭയങ്കര സ്നേഹത്തോടെ ചെടികളോട് സംസാരിച്ചാൽ പോലും ചെടികൾ ഭംഗിയായിട്ട് വളരുമെന്ന്, പെട്ടെന്ന് വളരുമെന്ന്. ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അതിൽ പറയുന്നുണ്ട്. വലിയ സ്നേഹത്തോടെ നമ്മൾ ചെടികളോട് സംസാരിച്ചാൽ, വിശേഷങ്ങൾ പറഞ്ഞാൽ ചെടികൾ ഇങ്ങനെ വളരും, കൂടുതലായിട്ട് കൂടുതൽ ഭംഗിയിൽ വളരും. ചെടികൾ പോലും വളരും. അപ്പം മനുഷ്യനെത്ര വളരും, മനുഷ്യനെത്ര തളിർക്കും, മനുഷ്യരെത്ര പൂക്കും കാരുണ്യമുള്ള വാക്കുകൊണ്ട്, അല്ലേ? അതുകൊണ്ടായിരിക്കും പഠിച്ചവനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് പഠിച്ചവൻ കാരുണ്യമുള്ളവനാണ് എന്നാണ്. അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, പഠിച്ചവന് നമ്മളെ നല്ലോണം മനസ്സിലാകും. കാരുണ്യം എന്ന് പറഞ്ഞാൽ ഒരാളെ മനസ്സിലാക്കുക. സ്നേഹം എന്ന് പറഞ്ഞാൽ അതല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ഈക്വലാണ്, ഇങ്ങനെയാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി കുറച്ചിങ്ങനെ താഴ്ന്നു കൊടുക്കുകയാണ്, അയാളെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ട്. അയാളുടെ സങ്കടങ്ങളിൽ, അയാളുടെ ഡിപ്രഷനിൽ, അയാളുടെ ദുഃഖങ്ങളിൽ, അയാളുടെ തളർച്ചയിൽ കുറച്ചുകൂടെ ഇങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരാളുടെ ശ്രമത്തിൻ്റെ പേരാണ് കാരുണ്യവും ദയയുമൊക്കെ. നല്ലൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് വേറെ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളതിനേക്കാളും പ്രധാനം. നല്ലൊരു മനസ്സുണ്ടാകുമ്പോൾ നമ്മൾ കുറേ മനസ്സുകളിൽ ബാക്കിയാവും.